നമസ്കാരം ഗൈസ്, നിഷാന്ത് രഘുനാഥ് ഹിയർ ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. എൻ്റെ സാധാരണയുള്ള ഇൻകം ടാക്സിൻ്റെയോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയോ കോസ്റ്റിങ്ങിൻ്റെയോ ലെക്ചർ വീഡിയോ അല്ല ഇത്. മറിച്ച് ഒരു പുതിയ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് യൂസ് ചെയ്യാവുന്ന, സ്റ്റുഡൻസിന് വളരെയധികം ബെനിഫിഷ്യൽ ആവുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രോമോ വീഡിയോ ആയിട്ട് വേണം നമുക്കിനെ കാണാം. മോളെ പൊതുവെ എൻ്റെ ലോഗോ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇന്ന് വേറെ ലോഗോ ഉണ്ട് അല്ലേ? ആ വേറെ ലോഗോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫോർസൈറ്റ് എന്ന് പറയുന്ന ബ്ലൂര് ആണ് ലോഗോ, രണ്ടാമത്തത് NCEE നാഷണൽ സെന്റർ ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വേറെ ലോഗോ ആണ്. ഈ നാഷണൽ സെന്റർ ഫോർ എംപ്ലോയ്മെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അവർ എന്തിലാണ് ഫോക്കസ് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള ഫിനാൻസ് ഫീൽഡിൽ, എസ്പെഷ്യലി ഇപ്പോൾ ഫോക്കസ് ഫിനാൻസ് ഫീൽഡാണ്, കോമേഴ്സ് ഫീൽഡാണ്. കോമേഴ്സ് ഫീൽഡിൽ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള പല കൈൻഡ്സ് ഓഫ് സ്കിൽസ് ഈ എംപ്ലോയീസിന് വേണ്ടത് അതിൻ്റെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് നടത്തലാണ്. അപ്പം അങ്ങനെ അവർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് GST. അവരിത് നടത്തുന്നത് ഫോർസൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെയാണ്. ഫോർസൈറ്റ് ഇസ് ദി പാർട്ടി ഹു ഫെസിലിറ്റേറ്റ്സ് ദിസ് പെർട്ടിക്കുലർ കോഴ്സ്. അത് ഫോർസൈറ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസും ഫാക്കൽറ്റിയുടെ എല്ലാ സപ്പോർട്ടും എല്ലാ ഡൗട്ട് ക്ലിയറൻസും എല്ലാം കിട്ടുന്നത്. വേറാസ് ദി കോഴ്സ് സർട്ടിഫിക്കേഷൻ ഇസ് ഫ്രം നാഷണൽ സെന്റർ ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈയിടെയായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്നൊരു ഫിനോമിനൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്റർമീഡിയറ്റ് കഴിയുന്ന കുട്ടികൾ CA ആയിക്കോട്ടെ CMA ആയിക്കോട്ടെ, ഡസൻ മാറ്റർ, അത് ഡിഗ്രി കഴിഞ്ഞു നേരെ ഇന്റർമീഡിയറ്റ് ചെയ്തു, അല്ലെങ്കിൽ 12th കഴിഞ്ഞ് ഫൗണ്ടേഷൻ ചെയ്ത് നേരെ ഇന്റർമീഡിയറ്റ് ചെയ്ത് ഇറങ്ങുന്നു. ഈ കുട്ടികളിൽ കാണുന്നൊരു മേജർ ഒരു ലാക്കിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ബുക്കിൽ നിന്ന് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സ് എന്താ, GST എന്നതൊക്കെ ബുക്കിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ കണ്ടിട്ടില്ല. അപ്പോൾ പൊതുവേ എസ്പെഷ്യലി CMA സ്റ്റുഡൻസിന് വരുന്ന ഒരു വളരെയധികം ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, CMAയിലെ ഡയറക്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഇന്റർമീഡിയറ്റ് കോഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ ആർട്ടിക്കൽഷിപ്പിലേക്ക് കടക്കുന്നത് അല്ലേ. CAയിൽ അങ്ങനെയല്ല. പക്ഷേ CAയിൽ കഴിഞ്ഞ സിലബസ്, ഒരിക്കലും പുതിയ സിലബസിൽ അലൗഡ് ആകുന്നുള്ളൂ, പക്ഷേ കഴിഞ്ഞ സിലബസ് വരെ ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ഇന്റർമീഡിയറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ CMA സ്റ്റുഡൻസിന് വന്നിരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ആർട്ടിക്കൽഷിപ്പിന് കയറുമ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നു, ഒരു സ്ഥാപനത്തിൽ അവരെടുക്കുന്നു, ആ സ്ഥാപനത്തിൽ ചെല്ലുന്നു. ഒരു സ്ഥാപനത്തിൽ ആൾക്കാർ പറയും നമുക്ക് ഇന്നതൊക്കെയാണ് വേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇൻകം ടാക്സിൻ്റെ GSTയുടെ ഉണ്ട്, ടാലിയുടെ പല കാര്യങ്ങളുണ്ട്. ആ കമ്പനി വിശ്വസിക്കുന്നത് എന്താ, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ കുട്ടിയല്ലേ, അവനെല്ലാം അറിയായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ബേസിക്സ് അറിയായിരിക്കും. ഇത് ഇവിടെ ചെന്ന് ഈ പിള്ളേർ ഒന്നും അറിയാത്ത രീതിയിൽ ഒറ്റ നിപ്പ, എന്താ ഇതൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ നിപ്പ. അപ്പോൾ ആ കുട്ടികൾ എന്ത് ചോദിക്കുക, ആ ടാസ്ക് തന്നവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയും. അപ്പോൾ ടാസ്ക് തന്നാൾ എന്താ വിചാരിക്കുക, ഷെഡത് തലവേദനയായാലും ഇതിനെക്കാട്ടും പേര് CA പിള്ളേർ എടുക്കണേ. CA കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. അവർ കാരണം ഡിഗ്രിയുടെ കൂടെ തന്നെ ഈ ഡയറക്റ്റ് എൻട്രിയിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്ത് കയറി തരാൻ കുറച്ചും കൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു സംഗതി CAക്കാർക്ക് ബെനിഫിറ്റ് ഉള്ള CAക്കാർ എടുത്താൽ പോരെ എന്നുള്ളത് എപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് CMA ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ് തരുന്നുണ്ട്. മറ്റേ 4 ഓൺലൈൻ കോഴ്സസ് ഏതൊക്കെയാണ്, മറ്റേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ, ടാലിയുടെ എന്തിനൊക്കെ തരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അത് കുട്ടികൾക്ക് വരുന്നൊരു മേജർ ഡൗൺഫോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, പിള്ളേർ ആരും അത് കാര്യമായിട്ടൊന്നും പഠിക്കുന്നില്ല. അതെല്ലാം പരീക്ഷ പാസ്സാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണ്. അത് അവർക്ക് ഒരു വിധത്തിലും ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു വാല്യൂ അഡീഷനോ അവർക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇവരുടെ ഈ പ്രൊഡക്റ്റ് കണ്ടത്, ഈ നാഷണൽ സെന്റർ ഫോർ എംപ്ലോയ്മെന്റ് എഡ്യൂക്കേഷൻ ബ്രോട്ട് യു ബൈ ഫോർസൈറ്റ്, അത് കണ്ടത്. അപ്പോൾ അതിൽ അവരെന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമേഴ്സ് ഫീൽഡിലേക്ക് ഒരു എൻട്രി ലെവൽ ജോബ് നേടുന്ന ആൾ, അല്ലെങ്കിൽ ഒരു CA CMA ഈ ഫീൽഡിൽ നിന്നും ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കൽഷിപ്പ് ചെയ്യാൻ വേണ്ടി കയറുന്ന ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സിൽ ഇവരൊരു ഡിപ്ലോമ കോഴ്സ് കൊടുക്കുന്നു. ഇപ്പം ഞാൻ ഇവരുടെ ഈ കാര്യം സംസാരിച്ചു. അപ്പോൾ ഈ പാർട്ടിയോട് പറഞ്ഞത്, എനിക്കറിയാം നിങ്ങളുടെ കോസ്റ്റ് ഉള്ളതിനെ കുറിച്ച് എനിക്കറിയാം. മാർക്കറ്റിൽ ഇതിന് ഏതാണ്ട് ഒരു 25 to 30K ആണ് പ്രൈസ് വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, നിങ്ങൾക്ക് കൂടെ അന്വേഷിക്കാം. പല പാർട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 25,000 to 30,000 റുപ്പീസ് അതിന് ഫീസൊക്കെ വരുന്നത്. പക്ഷെ അതേസമയം ഇവരത് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് വെറും 4,000 രൂപയ്ക്കാണ്, 3,999 റുപ്പീസിന് ഇവരത് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ CMAക്ക് പഠിക്കുന്ന മിക്ക കുട്ടികളും അല്ലെങ്കിൽ CAക്ക് പഠിക്കുന്ന മിക്ക കുട്ടികൾക്കും ഓൾറെഡി ഒരു കോഴ്സിന് ചേർന്നു, അതിനോട് വേറെ ഡിപ്ലോമയും 30,000 കൊടുത്ത് ചേരാന്ന് പറയുമ്പോൾ അത് ഫിനാൻഷ്യലി ചിലപ്പോൾ വയബിൾ ആവണമെന്നില്ല. അപ്പോൾ അവിടെയാണ് എനിക്ക് ഇവരുടെ ഒരു ഹൈലൈറ്റ് തോന്നിയത്. ഈ ഒരു പ്രൈസ് പോയിന്റാണ് ആകെ വരുന്നത്. ഈ ഒരു 4,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഒരു 200 രൂപയാണെങ്കിൽ ഒരു 20 ബിരിയാണിയുടെ കോസ്റ്റേ ആവുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ സിനിമയ്ക്ക് പോകണമെങ്കിൽ സിനിമയ്ക്ക് പോയതിൻ്റെ ചിലവ് ഓൾമോസ്റ്റ് ഒരു 300 to 400 റുപ്പീസ് വരികയാണെങ്കിൽ, ആ ഒരു 5 സിനിമ അല്ലെങ്കിൽ 8-10 സിനിമ കാണുന്നതിൻ്റെ ഒരു കോസ്റ്റേ വരുന്നുള്ളൂ. ഞാൻ 300-400 ടിക്കറ്റ് എന്നുള്ള ഉദ്ദേശം, ഒരു സിനിമയ്ക്ക് പോകുന്നു, സിനിമ കാണുന്നു, അതിനൊരു ഫുഡ് കഴിക്കുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നി, ഇതൊരു സ്റ്റുഡൻറ്റിന് സത്യം പറഞ്ഞാൽ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അവൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്
ഈ ഒരു എക്സ്പെൻസ് ബെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു പ്രോമോ വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത്. കാരണം ഇറ്റ്സ് എ വെരി ഗുഡ് പ്രൊഡക്റ്റ് ആക്ച്വലി. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിലബസ് എനിക്ക് പറഞ്ഞു തന്നു ക്ലിയർ ആയിട്ട്. അവരത് എങ്ങനെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്, അതല്ലാതെ അവർ എന്തൊക്കെയാണ് അതർ സപ്പോർട്ട് നമുക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ ഈ സിലബസിൽ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും ഏരിയാസ് അവർ കവർ ചെയ്യുന്നത്. 1 അക്കൗണ്ടിങ്, 2 മൈക്രോസോഫ്റ്റ് ഓഫീസ്, 3 ടാലി, 4 ഇൻകം ടാക്സ്, 5 GST, പിന്നെ ഇതിന്റെ 2ന്റെയും റിട്ടേൺ ഫയലിങ്ങും. അതായത് ഒരു 6 ഐറ്റം. അത് അക്കൗണ്ടിങ്, MS ഓഫീസ്, ടാലി, ഇൻകം ടാക്സ്, GST, റിട്ടേൺ ഫയലിംഗ്. ഈ 6 ഐറ്റംസും കൂടെ നിങ്ങൾ ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലവരും നാട്ടിൽ ഇതിന്റെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. ഈ 6ന്റെയും ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ കോഴ്സ് പഠിക്കാൻ പോയി ഉറപ്പാണ് നിങ്ങൾക്ക് എങ്ങനെ ഒരു 20,000 30,000 ഷുവറായിട്ട് ചിലവാകും. അതാണ് ഇവർ ഈ വെറും 3,999 പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞത്. ഇനി വേറൊരു ഹൈലൈറ്റും കൂടെ ഉണ്ട്, അത് ഞാൻ വീഡിയോന്റെ അവസാനം പറയാം. റൈറ്റ്. അപ്പോൾ ഈ 6 ഐറ്റം ഒന്ന് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് തരാം. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഏരിയയിൽ മൊഡ്യൂളിൽ പഠിപ്പിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക് ലെവൽ, എൻട്രി ലെവൽ ബേസിക് അക്കൗണ്ടിങ്, ലൈക്ക് ഡേറ്റ എൻട്രി, ചെക്കിംഗ്, വൗച്ചിങ്, ബേസിക് ലെവൽ അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങൾ അറിയേണ്ടതാണ്. രണ്ടാമത് MS ഓഫീസ്. ഈ MS ഓഫീസിന്റെ കോഴ്സ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്നത് MS ഓഫീസ് ട്രെയിനിങ്, വേർഡ് ട്രെയിനിങ്, എക്സൽ ട്രെയിനിങ്, പവർ പോയിന്റ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് പലതും കേൾക്കുന്നതാണ് അല്ലേ. ഇവിടെ അതേസമയം എല്ലാം കൂടെ പഠിപ്പിക്കുന്നില്ല. ബട്ട് ഒരു അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് കയറുന്ന ഒരാൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ കോഴ്സിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് വേർഡും എക്സലും, അതും ബിഗിനർ ടു അഡ്വാൻസ്ഡ് ലെവലിലെ ട്രെയിനിങ്. ബിഗിനർ ടു അഡ്വാൻസ്ഡ് ലെവൽ വേർഡിന്റെ എക്സലിന്റെയും ക്ലാസ്സാണ് കിട്ടാൻ പോകുന്നത്. 3 ടാലി. എന്താണെന്നറിയാലോ, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ള ERP സോഫ്റ്റ്വെയർ ആണ്. ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ERP സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എവിടെ നിങ്ങൾ ജോലിക്ക് കയറുകയാണെങ്കിലും ദർ ആർ ഗുഡ് ചാൻസസ് അവിടെ ടാലിയുടെ നോളജ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ടാലിയുടെ കാര്യം നോക്കണമെങ്കിൽ ഇവർ വെറുതെ ടാലി പഠിപ്പിച്ചു തരില്ല, ടാലിയിൽ അക്കൗണ്ടിങ് പഠിപ്പിച്ചു തരുന്നു. അത് ടാലിയുടെ കംപ്ലീറ്റ് ബേസിക്സ് ആണെങ്കിൽ അക്കൗണ്ടിങ്, ഡാറ്റ എൻട്രി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നു. 2 എങ്ങനെയാണ് GST ടാലിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരുന്നു. എങ്ങനെയാണ് TDS ടാലിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് പേറോൾ, അത് മെയിൻലി PFും ESIയും ഫോക്കസ് വെച്ച് ടാലിയിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ GST, TDS ആൻഡ് പേറോൾ ഇൻ ടാലിയാണ് നമ്മുടെ നാട്ടിൽ വളരെയധികം ആവശ്യകരമായിട്ടുള്ള ടാലിയിലൊരു സ്കില്ല്. ഇപ്പോൾ ടാലിയിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. അതിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന 3 കാര്യങ്ങളാണ് GST, TDS ആൻഡ് പേറോൾ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ആൻഡ് ബേസിക് അക്കൗണ്ടിങ്, ബേസിക് ടു അഡ്വാൻസ് ലെവൽ അക്കൗണ്ടിങ് ടാലിയാണ് ഇവർ ഈ ടാലിയുടെ മൊഡ്യൂളിൽ കൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരൊറ്റ കോഴ്സിന് നിങ്ങളുടെ നാട്ടിൽ നോക്കിയാൽ എന്ത് പ്രൈസ് വരും എന്നുള്ളത് നോക്കിയാൽ മിനിമം ടു മിനിമം അത് പഠിക്കാൻ തന്നെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ തന്നെ ഒരു 4,000-5,000 രൂപ മിനിമം പോകും. അതാണ് ഈ ഡിപ്ലോമയിൽ വിത്ത് അതർ ഐറ്റംസ് മൊത്തം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇൻകം ടാക്സിലേക്ക് പോകുന്നു. ഇൻകം ടാക്സിൻ്റെയും GSTയുടെയും കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഏരിയയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഓൾമോസ്റ്റ് സിമിലർ സ്ട്രക്ചറാണ്. ഇപ്പം ഇൻകം ടാക്സിൽ നമ്മൾ ആദ്യം എന്താണ് ഇൻകം, എന്താണ് ടാക്സ്, ഈ ഇൻകത്തിന് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ കാൽക്കുലേറ്റ് ചെയ്ത ഇൻകത്തിൽ നിന്നും എങ്ങനെയാണ് എത്ര ടാക്സ് പേ ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കും. സോ ഫസ്റ്റ് നമ്മുടെ ഫോക്കസ് എന്താണ് ഇൻകം ടാക്സ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെയാണ് ഇവിടെ ഇൻകം കണ്ടുപിടിക്കേണ്ടത്, ഇൻകം കമ്പ്യൂട്ടേഷൻ നമ്മൾ കാണും. അത് കഴിഞ്ഞിട്ട് ഈ ഇൻകത്തിൻ്റെ പുറത്ത് ടാക്സ് ലയബിലിറ്റി, നികുതിയുടെ ബാധ്യത എത്ര ഒരാൾക്ക് വരുന്നു, ആ ബാധ്യതയിൽ എത്ര ഇയാൾ അടയ്ക്കണം, ടാക്സ് പേയബിൾ, അത് കണ്ടുപിടിക്കുന്നതും നമുക്ക് പറഞ്ഞുതരും. അത് കഴിഞ്ഞ് കോൺസെപ്റ്റ്സ് ഫോർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ്. അതായത് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ വളരെ എന്താ പറയുക, ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ഏരിയ. GST അത്ര ഡൈനാമിക് അല്ല, എന്നാലും ഡൈനാമിക് ആണ് ആവശ്യത്തിന്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം, അത് നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മുടെ റെസ്പെക്റ്റഡ് ഫിനാൻസ് മിനിസ്റ്റർ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡൈനാമിക് ആണെന്ന് പറയുന്നത്. ഏതാണ്ട് എല്ലാ കൊല്ലവും നല്ലപോലെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ നിങ്ങളുടെ അടുത്ത് റിട്ടേൺ ഫയലിങ്ങിൻ്റെ എന്തെങ്കിലും റിക്വസ്റ്റ് പറഞ്ഞു വരികയാണെങ്കിൽ ഈ ഡിപ്ലോമയുടെ ബേസിസ് തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റിയെന്ന് വന്നെന്ന് വരില്ല. ബട്ട് യു വിൽ നോ ഹൗ ടു സ്റ്റാർട്ട്. ഒരു കാർ ഓടിക്കാൻ പഠിക്കണമല്ല, നിങ്ങളിപ്പോൾ ഒരു ബേസിക് ലെവൽ കാർ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങളുടെ മുമ്പിൽ ഒരു ബെൻസ് എടുത്തിട്ടാലും ഒരു i20 എടുത്തിട്ടാലും ഓടിക്കാൻ പറ്റും. പക്ഷേ പെട്ടെന്നൊരു ബെൻസ് കൊണ്ടുവന്നാലോ അതേസമയം ഒരു BMW കൊണ്ടുവന്നാലോ ഒരു i20 സ്വിഫ്റ്റ് ഓടിക്കുന്ന സിംപ്ലിസിറ്റിയിൽ ഓടിക്കാൻ പറ്റില്ല. അതിൽ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാണ്ട് അതിൻ്റെ പവർ കൂടുതലായിരിക്കും, അതിൻ്റെ ബ്രേക്കിംഗ് ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും എങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് നീങ്ങി തുടങ്ങണം. ബേസിക് പരിപാടി അറിയായിരിക്കും. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ യു വിൽ ഗെറ്റ് എ ക്ലിയർ കട്ട് പിക്ചർ എന്താണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിൻ്റെ കോൺസെപ്റ്റ്. അതുമാത്രമല്ല ഇതെങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട രീതിയും ആ റിട്ടേൺ ഫയൽ ചെയ്ത് എങ്ങനെയാണ് ടാക്സ് പേയ്മെൻറ്റിലേക്ക് എത്തേണ്ടത് എന്നതും കൂടെ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെ GSTയിൽ വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് GST. ഇപ്പോൾ GST മനസ്സിലാക്കാനായിട്ട് എന്താണ് GST, എപ്പോഴാണ് GST വരുന്നത്, ആർക്കാണ് വരുന്നത്, എങ്ങനെയാണ് GSTയുടെ രജിസ്ട്രേഷൻ എടുക്കുന്നത്, കുറേ കാര്യങ്ങളുണ്ട്. ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് ഇൻകം ടാക്സിനും പഠിക്കും കേട്ടോ. എന്തൊക്കെ ഹെഡുകളാണ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെ പലതും പഠിക്കും. ഞാനതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ.
അപ്പോൾ ഇതിലെ GSTയുടെ പല കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ GST ആപ്ലിക്കബിൾ ആവും, അതിലെന്തൊക്കെയാണ് നമ്മൾ ലീഗൽ കംപ്ലയൻസസ് മീറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു കടയുടമ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ GSTയുടെ പേരും പറഞ്ഞ് GSTയുടെ ബിഹാഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെല്ലാത്തിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. കൂടാതെ ഇതിനെല്ലാത്തിൻ്റെ പേരിൽ എങ്ങനെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. GST റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടി വരുന്നൊരു കാര്യം, ഓൾമോസ്റ്റ് രജിസ്ട്രേഷൻ എടുത്ത എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടി വരുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അതിലെങ്ങനെയാണ് ടാക്സ് പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ കാണും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു മൊഡ്യൂളും കൂടിയുണ്ട് ഈ റിട്ടേൺ ഫയലിങ്ങിൻ്റെ. അപ്പോൾ അതായത് ഈ ഇൻകം ടാക്സിൻ്റെയും GSTയുടെ ലാസ്റ്റ് ചാപ്റ്റർ റിട്ടേൺ ഫയലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ലൈവ് ഡെമോൺസ്ട്രേഷൻ വെച്ച് ഒരു സോഫ്റ്റ്വെയർ വെച്ച് എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു CA ഓഫീസിൽ അല്ലെങ്കിൽ CMA ഓഫീസിൽ ഏതിലൊരു സ്ഥാപനത്തിൽ ആർട്ടിക്കിളായിട്ടോ എവിടെ കയറി GST റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാപ്പോൾ എങ്ങനെ തുടങ്ങണമെന്ന്. കാരണം അവിടുത്തെ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർ ഓരോ സ്ഥലത്ത് ഓരോ സോഫ്റ്റ്വെയർ ആയിരിക്കും. ഇപ്പോൾ ഒരു സ്ഥലത്ത് I-20 ആണെങ്കിൽ ഒരു സ്ഥലത്ത് സ്വിഫ്റ്റ്, ഒരു സ്ഥലത്ത് സ്വിഫ്റ്റ് ആണെങ്കിൽ മറ്റേ സ്ഥലത്ത് ഫീഗോ, അങ്ങനെ മാറി മാറി വരും. പക്ഷേ അതെങ്ങനെ തുടങ്ങണം നിങ്ങൾക്ക് അറിയാം. എങ്ങനെ ആ സോഫ്റ്റ്വെയർ എടുത്ത് എന്തൊക്കെ ഡേറ്റയാണ് ആദ്യം ഇടേണ്ടത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, കാൽക്കുലേഷൻ എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവർ ഈ കോഴ്സിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 100% നിങ്ങൾക്ക് കറക്റ്റായിട്ട് GST റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുന്ന വരില്ല ഈ കോഴ്സിൻ്റെ പേരിൽ. കാരണം അത് ഓരോ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് മാറി മാറി വരും. അത് നിങ്ങൾ വിത്ത് എക്സ്പീരിയൻസ്, ഇപ്പോൾ ഞാനിപ്പോൾ കാർ ഓടിക്കാൻ പഠിച്ചു, H എടുക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചു, 8 എടുക്കാൻ പഠിച്ചു എന്ന് വെച്ചാൽ റോട്ടിൽ കൂടെ 100% പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഒരു തവണ പോലും ഓഫ് ചെയ്യാതെ അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു പ്രശ്നവും വരാതെ ഒരു ആക്സിഡൻറ്റോ ആവാതെ എനിക്ക് ഓടിക്കാൻ പറ്റുന്നുള്ള ഗ്യാരണ്ടി അത് തരും, തരില്ലല്ലോ അല്ലേ? അതേപോലെ തന്നെ ഓക്കെ. അപ്പോൾ ഇതാണ് സിലബസ്. രണ്ട് ടാക്സ്, ഇൻകം ടാക്സും GSTയും അതിൻ്റെ റിട്ടേൺ ഫയലിംഗ്, പിന്നെ ടാലി, MS ഓഫീസ് ആൻഡ് അക്കൗണ്ടിങ്, ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ പറഞ്ഞിരുന്നത്. ഇനി ഇത് ഇവരെങ്ങനെ ഡെലിവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഡെലിവറിങ് ദിസ് ത്രൂ റെക്കോർഡഡ് ക്ലാസ്സസ് വയ ദർ ആപ്ലിക്കേഷൻ ആൻഡ് ലൈവ് ക്ലാസ്സസ്. ഇപ്പോൾ ഇവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി, അത് ഫോർസൈറ്റിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി റെക്കോർഡഡ് മൊഡ്യൂൾസ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ലൈവ് ഡിസ്കഷൻസും ഉണ്ടാവും. ഇപ്പോൾ ഈ 2 ഐറ്റംസ് വെച്ചിട്ടാണ് ഇവർ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെക്കോർഡ് കാണുക, ലൈവ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുക, റെക്കോർഡ് കാണുക, ലൈവ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്യുക. ഡൗട്ട് ക്ലിയറൻസ് ത്രൂ ഔട്ട് ഉണ്ടാവും. ത്രൂ ഔട്ട് ഡൗട്ട് ക്ലിയറൻസും പ്രൊഫഷണൽ അസിസ്റ്റൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഫോർസൈറ്റിൻ്റെ ഒരൊറ്റ സിമ്പിൾ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും. ഓക്കെ. ആൻഡ് ഫൈനലി ലാസ്റ്റ് സപ്പോർട്ട്, അതർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആപ്പിലൂടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ക്ലാസ് എടുക്കുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയിരിക്കും. സോ ക്ലാസ്സസ് ബൈ ഇൻഡസ്ട്രി എക്സ്പേർട്സ് ആയിരിക്കും. വെറും ഫാക്കൽറ്റികൾ മാത്രമായിരിക്കില്ല, ബട്ട് എക്സ്പേർട്സ് ഇൻ ദി ഇൻഡസ്ട്രി ഹു ഹാവ് ആക്ച്വൽ എക്സ്പീരിയൻസ് ഇൻ ഡൂയിങ് ദീസ് വർക്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് റിയൽ ടൈം റിട്ടേൺ ഫയലിംഗ്, റിയൽ ടൈം GSTയുടെ കംപ്ലയൻസ്, ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയലിംഗ് കാണിച്ചിരുന്നു പറഞ്ഞില്ലേ, അതൊക്കെ സത്യത്തിൽ എങ്ങനെയാണ് ആ വർക്ക് ചെയ്യുന്നത്, ആ വർക്കിലൂടെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. രണ്ടാമത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ഇവർ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഡിപ്ലോമ കോഴ്സ് സർട്ടിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഇവർ പറയുന്നത് ഇവർ പ്ലേസ്മെൻറ്റിന് ഓൾമോസ്റ്റ് 100% സപ്പോർട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് കൂടാതെ ദ ബിഗ്ഗസ്റ്റ് ഹൈലൈറ്റ്, സ്കോളർഷിപ്പ് ഫോർ സെലക്ടഡ് സ്റ്റുഡൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ പ്രൊഫൈൽ, അവർ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയിട്ട് സ്കോളർഷിപ്പിന് വർത്തി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. സ്കോളർഷിപ്പിനൊക്കെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ബാക്കിയുള്ളതെല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. യു ക്യാൻ ചെക്ക് ഇറ്റ് ആൻഡ് കോൺടാക്ട് ദം ഡയറക്ട്ലി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും തോന്നി വളരെ അട്രാക്റ്റീവ് ഉള്ള സാധനമാണ്. ശരിക്കും നമ്മുടെ സ്റ്റുഡൻസിന് വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്നൊരു കാര്യമാണ്. ഇൻഡസ്ട്രിയിൽ വളരെയധികം വേണ്ട ഒരു കാര്യമാണ്. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഒരു സാധനത്തിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയിൽ ഇത് വേണം, അപ്പോൾ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇൻഡസ്ട്രിയിൽ ഇത് വേണ്ടിയിട്ടും നമ്മുടെ ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല, വേണ്ട രീതിയിൽ അത് കിട്ടുന്നില്ല. എല്ലായിടത്തും കൂടെ കിട്ടും, ഭയങ്കര എക്സ്പെൻസീവ് ആവുന്നു. അപ്പോൾ സപ്ലൈ കുറവായതാണല്ലോ ഇവർക്ക് കിട്ടാത്തത്. പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ദ പ്രോബ്ലം ഇസ് ഈ 30,000, 35,000 അല്ലെങ്കിൽ 25,000 പ്രൈസിലാണ് പോണേ. അവിടെയാണ് ഇവരുടെ ഒരു മേജർ ഹൈലൈറ്റ് കണ്ട് ദേ ആർ പ്രൊവൈഡിങ് ഇറ്റ് ഫോർ ആസ് ലോ ആസ് 3,999. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹൈലൈറ്റ് ന്യൂസ് ലാസ്റ്റ് പറയുന്നത്, ആ ഹൈലൈറ്റ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ വീഡിയോ കണ്ടിട്ട് പോകുന്ന സ്റ്റുഡൻസിന് യു വിൽ ഗെറ്റ് എ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇഫ് യു യൂസ് മൈ കൂപ്പൺ കോഡ്. ആ കൂപ്പൺ കോഡ് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ മിക്കവാറും ഇപ്പോൾ വീഡിയോൻ്റെ ടോപ്പ് റൈറ്റിലോ ടോപ്പ് ലെഫ്റ്റിലോ എവിടെയെങ്കിലും വരും ആ കൂപ്പൺ കോഡ്. ഓക്കെ, ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1,000 rupees ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്ത് 3,999 എന്നുള്ള കോഴ്സ് 2,999 എന്നുള്ള റുപ്പീസിന് അവൈലബിൾ ആവും. ഐ സീ ദിസ് ആസ് എ 100% വിൻ ഗെയിം ഫോർ സ്റ്റുഡൻസ്. കാരണം ഇത്രയും കുറഞ്ഞ പ്രൈസിന് 3,000 rupeesന് നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ്, ടാലി, MS ഓഫീസ്, GST, ഇൻകം ടാക്സ്, റിട്ടേൺ ഫയലിംഗ്, ഇത്രയും സാധനങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ഇന്ത്യ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പ്രൈസിന് കൊടുക്കുന്ന ഒരു പാർട്ടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് അവർ തരുന്നത്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ അതർ സപ്പോർട്ടായ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ക്ലാസ്സസ് ഫ്രം ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സും. യെസ്,
അപ്പോൾ ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ് ടു ബ്രിങ് ടു യുവർ നോട്ടീസ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് അറിയണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായി. കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടായിട്ട് നിങ്ങളത് കാണാതെ പോരുതല്ലോ. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, വേറൊരു ന്യൂസും കൂടെയുണ്ട്. ഈ ക്ലാസ്സസ് ബൈ ഇൻഡസ്ട്രി എക്സ്പേർട്സിൽ ദേ ഹാവ് റിക്വസ്റ്റഡ് മൈ കോപ്പറേഷൻ ഓൾസോ. ചിലപ്പോൾ ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയലിംഗും ജി എസ് ടിയുടെ റിട്ടേൺ ഫയലിംഗിൽ ജി എസ് ടിയുടെ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ചിലപ്പോൾ എന്നെയും കൂടെ നിങ്ങൾ അവിടെ കാണും. ക്ലാസ്സസിൽ നിങ്ങളെ ആപ്ലിക്കേഷനിൽ കണ്ടെന്നിരിക്കും. നോട്ട് ഷുവർ, ബട്ട് ദർ ആർ ചാൻസസ് ഞാനും കൂടെ ഉണ്ടാവാനായിട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷനോ ഈ പറഞ്ഞ കോഴ്സിനെ പറ്റി, ഡിപ്ലോമയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നാഷണൽ സെന്റർ ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷന്റെയും ഫോർസൈറ്റിന്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടാവും. കൂടാതെ നമ്മുടെ കൂപ്പൺ കോഡും ആൻഡ് പർച്ചേസ് ലിങ്ക് ഇടുന്നുണ്ടാവും. ഓക്കെ, സോ യെസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നിങ്ങൾ ഈ കോഴ്സിന് സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ, ഡിപ്ലോമയ്ക്ക് സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ ഐ ഹാവ് 100% ഫെയ്ത്ത് ആൻഡ് ബിലീവ് ദാറ്റ് നിങ്ങളുടെ കരിയറിനെ വളരെ നന്നായിട്ട് ഈ പെർട്ടിക്കുലർ കോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. സോ യെസ്, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഇസ് നിശാന്ത് രഘുനാഥ് സൈനിങ് ഓഫ്. ഡു ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ ഫോർ ഫർദർ ഡീറ്റെയിൽസ് ആൻഡ് ഡു കോൺടാക്ട് me if you have any doubts. So tada, take care. I'll see you in another video. Till then, all the very best.